അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പലരും വിളിച്ചു ചോദിക്കാറുണ്ട്, ഉസ്താദേ, ശരീരത്തിൽ വർഷങ്ങളോളമായി വല്ലാത്ത ചൊറിച്ചലാണ്, വല്ലാത്ത പ്രയാസമാണ്, മാറുന്നില്ല, പരിഹാരമുണ്ടോ? പാമ്പിൻ്റെ ശരീരത്തിൻ്റെ തൊലിപ്പുറം പോലെ എൻ്റെ മകളുടെ മുഖത്ത് ശരീരത്തിൽ കാണുന്നു, വല്ലാത്ത ചൊറിച്ചലുമുണ്ട്, വർഷങ്ങളോളമായി, പരിഹാരമുണ്ടോ? രാത്രികാലങ്ങളിൽ പാമ്പിന് വല്ലാത്ത നിരക്ക് സ്വപ്നം കാണുന്നു, ശരീരത്തിൽ ഇഴഞ്ഞു കയറുന്നത് പോലെ അനുഭവപ്പെടുന്നു, വല്ലാത്ത ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരുന്നു, പരിഹാരമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ രോഗം ശാരീരികമായിട്ടും ഇത്ര അനുഭവങ്ങൾ ഉണ്ട്. ഇനി സർപ്പദോഷം എന്ന പേരിൽ അറിയപ്പെട്ടാലും പൈശാചികമായ മറ്റു രോഗങ്ങളായാലും എന്തുമാവട്ടെ, അതിനേക്കുള്ള ഒരു പരിഹാരമാണ്, ഒരു ആത്മീയ പരിഹാരമാണ് ഞാൻ പറയുന്നത്. അതിന് വലിയ വലിയ ചികിത്സകളുണ്ട്. ഈ പാമ്പിൻ്റെ ശരീരത്തിൻ്റെ പുറം ഭാഗത്തുള്ള തൊലികളെപ്പോലെ നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഒന്ന് പ്രത്യക്ഷപ്പെടുകയും മാറാത്ത നിലക്ക് ചൊറിച്ചലും അതുപോലെ തന്നെ ബാഡ് സ്മെല്ലും അതുപോലെ പേടിയും ശരീരത്തിൽ പാമ്പ് ഇഴഞ്ഞു കയറുന്നത് പോലെ ഒരു അനുഭവപ്പെടുന്ന രീതി ഉണ്ടെങ്കിൽ അത്തരക്കാർ സൂക്ഷിക്കണം. അത് വല്ലാത്ത നിരക്കുള്ള പൈശാചിക ഉപദ്രവമാണ്. അതിനേക്ക് വലിയ പരിഹാരം തന്നെ ചെയ്യേണ്ടി വരും. എങ്കിലും ഇന്ന് ഞാൻ ഒരു പരിഹാരം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യം 21 ദിവസം മുടങ്ങാതെ ചെയ്യുക. ഒരു ദിവസം മുടക്കം വരുത്തരുത്. ചിലപ്പോൾ നിങ്ങൾ ഈ കാര്യം ചെയ്യുമ്പോൾ 1-2 ദിവസം വല്ലാത്ത നിരക്ക് ചൊറിച്ചലുകൾ അനുഭവപ്പെടും. നിർത്തരുത്. 21 ദിവസം തന്നെ ചെയ്യണം. സാധിക്കും പ്രകാരം ചെയ്യണം. അള്ളാഹു എല്ലാവർക്കും ശിഫ തരട്ടെ. നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും രാത്രി കിടക്കാൻ പോകുന്ന സമയത്തും രാവിലെയും ഈ പറയുന്ന അമൽ ചെയ്യുക. 2 നേരം ഒരു ദിവസം പ്രയാസം കൂടുതലുള്ളവർ ചെയ്യണം. ചെയ്യേണ്ടത് 2 ഗ്ലാസ് വെള്ളം എടുക്കുക. 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ 2 കല്ലുപ്പിടുക. കൂടുതൽ വാരി ഇടരുത്. 1 ഗ്ലാസ് വെള്ളം കുടിക്കാനും 1 ഗ്ലാസ് വെള്ളം മുഖം കഴുകുവാനും കുളിക്കുന്ന വെള്ളത്തിൽ കൂട്ടാനുമാണ് ചെയ്യേണ്ട രൂപം. ഈ വെള്ളം 2 ഗ്ലാസ് വെള്ളം അടുത്തു വെച്ച് അതിലേക്ക് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ 11 ഫാത്തിഹ ഓതി അതിൽ ഊതുക. ഓരോ ഫാത്തിഹ ഓതി ഈ 2 ഗ്ലാസ് വെള്ളവും അടുത്തു വെച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞ് അതിൽ ഊതണം. ശേഷം സൂറത്തു യാസീൻ ഒരു തവണ ഓതുക. യാസീനിൽ മുബീനെത്തുമ്പോൾ നിങ്ങൾ 3 ആയത്തുൽ കുർസി മന്ത്രിച്ച് വെള്ളത്തിൽ ഊതുക. ശേഷം വീണ്ടും ബാക്കി തുടരുക. മുബീനെത്തുമ്പോൾ 3 ആയത്തുൽ കുർസി, ഇങ്ങനെ 7 മുബീനിലും മന്ത്രിച്ച് ഊതണം. ശേഷം സൂറത്തുൽ ഫലക്ക് 3 തവണ, സൂറത്തുൽ നാസ് 3 തവണ, സൂറത്തുൽ ഹശ്ർ 1 തവണ, സൂറത്തുൽ ജിന്ന് 1 തവണ മന്ത്രിച്ച് ഇതിൽ ഊതുക. അവസാനം ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ 33 തവണ, സ്വലാത്തു നാരിയ 3 തവണ. ഇതെല്ലാം മന്ത്രിച്ച് ഊതി ഈ വെള്ളം 1 ഗ്ലാസ് എടുത്ത് കുടിക്കുക. മറ്റേ ഗ്ലാസ് വെള്ളം കുളിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുളിക്കുക. ഇതാണ് ചെയ്യേണ്ട രൂപം. പ്രയാസപ്പെടുന്നവർ ഇത് ചെയ്യുക. ഇതിൻ്റെ ചെറിയ മറ്റൊരു രൂപമാണ് 2 ഗ്ലാസ് വെള്ളമെടുത്തിട്ട് റിഫായി ഷേഖിൻ്റെ പേരിൽ 11 ഫാത്തിഹ ഓതി സൂറത്തു യാസീൻ 1 തവണ ഓതി ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ 33 തവണ ഓതി 3 നാരിയത്തു സ്വലാത്ത് ചൊല്ലി കുടിക്കുന്ന ഒരു രീതിയും ഉണ്ട്. 2-ൽ ഏതാണോ നിങ്ങൾക്ക് സാധിക്കുന്നത് അത് ചെയ്യുക. എല്ലാവർക്കും അല്ലാഹു ശമനം തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.